ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ്, ഒരുപാട് ഡ്രീംസ് വെച്ചിട്ടാണ് അവൻ ഇവിടെ ഒരു കോഴ്സ് ചെയ്യാൻ വന്നത്. ഇപ്പോൾ അതിന്റെ ഒത്തിരി ഭാഗം അവൻ കവർ ചെയ്ത് കഴിഞ്ഞു. 22ാമത്തെ വയസ്സിൽ ബെൻ വെബ് ഹബ് എന്ന് പറയുന്ന ഒരു ചെറിയ കമ്പനിയുടെ ഓണറാണ് ഇപ്പോൾ മാക്സ്. അവൻ ഇവിടെ വന്നിട്ട് എത്രത്തോളം കാര്യങ്ങൾ അച്ചീവ് ചെയ്തു, ഇനി അവന്റെ ഡ്രീം എന്താണെന്ന് അവനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. മാക്സ്മോൻ ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് കറന്റ്? ഇപ്പൊ നമുക്കൊരു സ്റ്റാർട്ടപ്പ് ഉണ്ട്, ബെൻ വെബ് ഹബ് എന്ന് പറഞ്ഞ സ്റ്റാർട്ടപ്പ് ഉണ്ട്. ഒരു IT ഫേമാണ് നമ്മുടെ തന്നെ. ഇപ്പൊ അത് നമുക്ക് സ്റ്റാർട്ട് ആക്കിയിട്ട് ഒരു 1 ഇയർ ആയി ഇപ്പം നമ്മൾ. ഓക്കെ, ഇവിടെ കോഴ്സ് ചെയ്തുകൊണ്ടിരുന്നത് 2022-23 ആ സമയത്താണോ ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ അതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്തിരുന്നു? സ്റ്റാർട്ടപ്പ് നമുക്ക് അതിന് മുമ്പേ ഉണ്ട്, പക്ഷെ അത് അത്ര ആക്റ്റീവ് അല്ല. എനിക്ക് അത്രയും സ്കില്ല് എങ്ങനെയാണെന്നുള്ളത് അന്ന് നമുക്ക് വലിയ പിടി ഉണ്ടായില്ല. ഇവിടുത്തെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അത് കുറച്ച് സ്ട്രോങ് ആയിട്ട് നമ്മുടെ സ്റ്റാർട്ടപ്പ് നമ്മൾ സ്റ്റാർട്ടാക്കിയത്. ഇങ്ങനെ ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിന്നെ ഈ കോഴ്സ് പൈത്തൺ ചാങ്കോന്റെ കോഴ്സ് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അതായത് ഒരു 1 ഇയർ മുന്നെയാണ് നീ ബെൻ വെബ് ഹബ് എന്ന് പറയുന്ന ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നീ അതിൽ വെബ്സൈറ്റ് ക്രിയേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ നിന്നെ എത്രത്തോളം ഈ കോഴ്സ് നിന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഓക്കെ, ഫസ്റ്റ് എനിക്ക് ഇതിൻ്റെ ബാക്ക് എൻഡിനെ വെച്ച് വലിയൊരു പിടിയില്ല, ഫ്രണ്ട് എൻഡ് മാത്രം അറിയാം. ഇവിടെ വന്നിട്ടാണ് എനിക്ക് ബാക്ക് എൻഡ് ഇങ്ങനെ സംഭവങ്ങൾ എനിക്ക് ഒരു പിടി കിട്ടി തുടങ്ങിയത്. പിന്നെ എനിക്കൊരു ധൈര്യമായിട്ട് വെബ്സൈറ്റ് ചെയ്യാം. നമുക്ക് ഫ്രണ്ട് എൻഡ് അറിയാം, ബാക്ക് എൻഡ് അറിയാം, SQL ഡാറ്റാബേസും ഒക്കെ നമുക്കറിയാം. അങ്ങനെയാണ് നമുക്കൊരു ആ ഒരു സ്കില്ല് തന്നെ നമുക്ക് കിട്ടിയതും, നമുക്ക് സ്റ്റാർട്ടും കൂടി സ്ട്രോങ് ആക്കാവുന്നൊരു ഇത് കിട്ടിയതും അങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ സ്റ്റുഡൻസിന് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, ഇപ്പോൾ ഏത് കോഴ്സ് എടുക്കണം അങ്ങനെയൊക്കെ. അപ്പം നീ എന്തുകൊണ്ടാണ് പൈത്തൺ ഫുൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞൊരു കോഴ്സ് എടുക്കാൻ കാരണം? മെയിനായിട്ട് ഞാൻ വെറുതെ നെറ്റിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു ടോപ്പിൽ നിൽക്കുന്ന ഒരു സംഭവമായിരുന്നു പൈത്തൺ ജാങ്കോ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പഠിക്കാനും കുറച്ച് താല്പര്യം തോന്നിയത് പൈത്തണാണ്. അപ്പോൾ ഞാൻ പൈത്തൺ എടുത്തു. അങ്ങനെ ഈ സെൽഫ് ലേണിംഗ് എന്ന് പറയണത് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ടൊരു ഘടകമാണോ? അതെ. ഞാനിപ്പോൾ ഏത് വെബ്സൈറ്റ് ഞാൻ ഉണ്ടാക്കുമ്പോഴും ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത വെബ്സൈറ്റ് അതിനേക്കാളും മികച്ചായി ഉണ്ടാക്കാൻ എനിക്ക് പറ്റും. അപ്പോൾ അതിൽ നിന്ന് കുറേ മിസ്റ്റേക്ക് പറ്റി എനിക്ക് മനസ്സിലാവും. അങ്ങനെ നമുക്ക് സ്കില്ല് അങ്ങനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും ഒരു സർട്ടിഫിക്കറ്റിന്റെ പുറകെ, അല്ലെങ്കിൽ ഒരു പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ പുറകെയാണ് എല്ലാവരും പോകുന്നത്. ആരും ഇങ്ങനെ സ്കില്ല് നോക്കുന്നില്ല. പക്ഷെ മാത്സ് അങ്ങനെയല്ല, ഒരു സ്കിൽ ഡെവലപ്മെന്റ് ആണ് മാത്സ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റുഡൻസിനെ നമ്മൾ ഈ സ്കിൽ എന്ന് പറയുന്ന ഒരു കാര്യത്തിലോട്ട് എങ്ങനെയാണ് മാക്സിമം എത്തിക്കാൻ പറ്റുന്നത്? അപ്പോൾ ഞാൻ പറയും, ഇപ്പം നമുക്കൊരു ബിസിനസ് ആണെങ്കിലും ഒരു ജോബാണെങ്കിലും നമുക്ക് ഏറ്റവും ഫസ്റ്റ് വേണ്ടത് സ്കില്ലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാവരും ഫസ്റ്റ് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സ്കില്ലിനാണ് ഫസ്റ്റ് വേണ്ടത്. ഇപ്പോൾ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഞാനൊരു MCA-കാരനാണ്. പക്ഷെ എനിക്കൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ആപ്പ് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ, എനിക്കൊരു സ്കില്ല് ഇല്ലെങ്കിൽ അത് വെച്ചിട്ട് ഒരു കാര്യം നമുക്കില്ല. പക്ഷെ നമുക്കൊരു സ്കില്ലുണ്ട്, പക്ഷെ നമുക്കൊരു MCA ഇല്ലെങ്കിലും നമുക്ക് അത് വെച്ചിട്ട് നല്ലൊരു ലൈഫ് ബിൽഡ് ചെയ്യാൻ പറ്റും. മാത്സ് ചെയ്ത ഈ പൈത്തൺ ജാങ്കോ കോഴ്സ് മാത്സിന് എത്രത്തോളം സ്കിൽ ഡെവലപ്പിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ, അതുപോലെ അതിലൊക്കെ വെബ്സൈറ്റ് നീ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഓക്കെ, ഞാൻ പറഞ്ഞു എനിക്ക് ഫസ്റ്റ് എനിക്ക് ബാക്കിനെ പറ്റി വലിയ പിടിയില്ല. അപ്പോഴാണ് ഞാൻ ഇത് പഠിക്കണം എന്നൊരു ഇതിൽ ഞാൻ ഇവിടെ വന്നത്. അപ്പോഴാണ് ബാക്കെൻഡ് എങ്ങനെയാണ് പൈത്തൺ വെച്ചിട്ട് അതിൻ്റെ വർക്കിങ്ങും അതിൻ്റെ ഒരു പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെങ്കിൽ മൊത്തം എനിക്ക് മനസ്സിലായത് ഇവിടെ നിന്നാണ്. പിന്നെ എനിക്ക് മനസ്സിലായി എനിക്കും ബാക്കെൻഡ് ത്രൂ അങ്ങനത്തെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത് ഇവിടുത്തെ കോഴ്സ് ത്രൂ ആണ് പൈത്തൺ. പിന്നെ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഞാൻ വൈകുന്നേരം വരെ ഇവിടെ ഇരുന്ന് ഓരോ വർക്കൊക്കെ ഞാൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയിരുന്ന ഓരോ വർക്ക് ഞാൻ സ്വയം ചെയ്ത് നോക്കും. ഓക്കെ, അപ്പൊ എത്ര ടൈം ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു ക്ലാസ്? അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് വർക്ക്ഔട്ട് ചെയ്യാറ്? എനിക്ക് ക്ലാസ് ഉച്ച വരെയായിരുന്നു. എന്നിട്ട് ഞാനൊരു 5 മണി വരെ ഇവിടെ ഇരിക്കും, അല്ലെങ്കിൽ ഒരു 4 മണി നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോൾ ഒരു 7 മണിയാവും. പിന്നെ ഞാൻ വീട്ടിൽ ഇരുന്ന് ഒരു 9 മണി വരെ പിന്നെ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ സ്വയം ഞാൻ ചെയ്ത് നോക്കും. അങ്ങനെ പതുക്കെ നമുക്കും ഇത് പറ്റും. നമുക്ക് ഒരു സ്റ്റാർട്ട് ചെയ്യാൻ ഒരു സ്കില്ല് നമുക്ക് ഉണ്ടെന്ന് നമുക്കൊരു ഐഡിയ നമുക്ക് കിട്ടും. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കണ്ടോ മാക്സിമോന്റെ ഫസ്റ്റ് സൈറ്റ് സ്റ്റാർട്ട് ചെയ്തത്? ഏതായിരുന്നു ഫസ്റ്റ് സൈറ്റ്? എൻ്റെ ഫസ്റ്റ് സൈറ്റ് ഞങ്ങളുടെ പള്ളിയുടെ നമ്മുടെ വെബ്സൈറ്റ് ഫസ്റ്റ് ഞാൻ ചെയ്തത്. പള്ളിയുടെ നെയിം എന്താ? ഹോളി ഫാമിലി ലാറ്റിൻ ചർച്ച് ആണ് നമ്മുടെ പള്ളി. ഓക്കെ, അതിന് നമ്മുടെ ഫസ്റ്റ് വെബ്സൈറ്റ് ചെയ്തതാണ്. അത് ഇവിടെ വന്ന് നമ്മുടെ കോഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫസ്റ്റ് വെബ്സൈറ്റ് അവർക്ക് ചെയ്യാൻ വേണ്ടി ചെയ്ത് കൊടുത്തത്. പിന്നെയാണ് എനിക്കും ചെയ്യാൻ പറ്റും, ബിസിനസ് തുടങ്ങാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ആയത് എനിക്ക് അത് കഴിഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പൊ ബെൻ വെബ് ഹബ് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പിന്റെ അണ്ടറിലാണോ ആ സൈറ്റ് ഇപ്പോൾ ഉള്ളത്? അതെ, അതിന്റെ അണ്ടറിലാണ് ഇപ്പൊ നമ്മുടെ എല്ലാ വർക്കും വരുന്നത് അതിന്റെ അണ്ടറിലാണ് വരുന്നത്.
മാക്സ്മോൻ ഇപ്പോൾ കറന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് വെബ്സൈറ്റ് ആണ്, അല്ലെങ്കിൽ വെബ്സൈറ്റ് മാത്രമാണോ മാക്സ്മോൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇല്ല, നമ്മൾ ആപ്പ് ചെയ്യും. ആപ്പ്, വെബ്സൈറ്റ്, പിന്നെ ഇൻസ്റ്റാഗ്രാമിലുള്ള അവൻ്റെ ഓരോ മാർക്കറ്റിങ് അതൊക്കെ ചെയ്യും. ഇപ്പോൾ നമ്മുടെ വർക്ക് നമുക്കൊരു ചെറിയൊരു ENT ഹോസ്പിറ്റലുണ്ട്, അവൻ്റെ വർക്കാണ് ഇപ്പോൾ നമ്മൾ കറൻ്റ് നമ്മൾ ചെയ്യണേ. പിന്നെ നമുക്കൊരു 3 വർക്ക് നമുക്ക് ഓൾറെഡി പെൻഡിങ് ഉണ്ട്. നമുക്ക് വേറെ കുറച്ചൊക്കെ ചെയ്യാനുള്ള വർക്ക്, ഇത് കഴിഞ്ഞിട്ട് അടുത്ത വർക്ക് നമ്മൾ അങ്ങനെ പെൻഡിങ് നമ്മൾ അവർക്ക് ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഈ വെബ്സൈറ്റുകളല്ലാണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്ലയന്റിന്റെ വെബ്സൈറ്റുകളല്ലാണ്ട് മാക്സിമോന് സ്വന്തമായിട്ട് എന്തെങ്കിലും വെബ്സൈറ്റ് ഉണ്ടോ? മാക്സിമോന് അങ്ങനെ എന്തെങ്കിലും ഐഡിയയിൽ വെച്ച് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, നമുക്കൊരു ഓൺ വെബ്സൈറ്റ് ഉണ്ട്. അതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഏരിയ കേന്ദ്രീകരിച്ച് ഒരു വെബ്സൈറ്റ് ആണ്. അതിൽ നമ്മുടെ അവിടുത്തെ ഓരോ പറഞ്ഞ ജോബ് വാക്കൻസികൾ, വാർത്തകൾ, ഇതൊക്കെ എല്ലാ ദിവസവും നമ്മളതിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ ഈ വെബ്സൈറ്റിന്റെ പേരെന്താ? എൻ്റെ പേര് പറഞ്ഞ 𝐻elloChalakkudi.com. ഓക്കെ, 𝐻elloChalakkudi.com എന്നാണ്. അപ്പൊ അതിൽ കൂടുതൽ പേരൊക്കെ ഇങ്ങനെ മാർക്കറ്റിങ്ങിന്, അഡ്വർടൈസ്മെന്റിന് വേണ്ടിയൊക്കെ വരാറുണ്ടോ? ഇപ്പൊ നമുക്ക് ഓൾറെഡി അതിലൊരു 20 പേരുടെ അഡ്വർടൈസ്മെന്റ് ഉണ്ട്. അപ്പം അത് നമുക്ക് എല്ലാ മാസം ഫിക്സഡ് ഇൻകം, നമുക്ക് എല്ലാ മാസം നമ്മൾ അതിൻ്റെ ഒരു ഇത്ര എമൗണ്ട് ഫിക്സഡ് നമുക്ക് എല്ലാ മാസം കിട്ടും. പിന്നെ നമുക്ക് വർക്കിന്റെ പൈസ വേറെ കിട്ടും നമുക്ക് അങ്ങനെ. അപ്പോൾ ഇപ്പൊ ഈ 22 വയസ്സായിട്ടുള്ള മാക്സിമം, അപ്പൊ ഈ ഇങ്ങനൊരു എന്റർപ്രൈനർ ആയിട്ട് വന്നപ്പോ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു? വീട്ടില് അമ്മച്ചിക്ക് ഫസ്റ്റ് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. എന്നുവെച്ചാൽ നമുക്ക് ഫസ്റ്റ് കൊല്ലം നമുക്ക് അങ്ങനെ എന്താ പറയുക അധികം ഇൻകം ഒന്നും ഇല്ല. അപ്പോൾ വീട്ടുകാർ നോക്കുമ്പോൾ അവനിങ്ങനെ ബിസിനസ് എന്ന് പറഞ്ഞ് നടക്കാണ്, 5 പൈസ ഇൻകം ഇല്ല. അപ്പോൾ വീട്ടിലന്ന് വലിയ ഇതായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇൻകം ആയി തുടങ്ങിയപ്പോൾ അമ്മച്ചിക്ക് ഓക്കെയാണ്. ആൾ പറഞ്ഞു അവൻ അത് വെച്ചൊരു ഭാവി അവൻ ഉണ്ടാക്കും എന്നൊരു ചിന്ത വന്നിട്ടുണ്ട്. അത് കാരണം എനിക്ക് ആളൊരു ലാപ്ടോപ്പ് മേടിച്ചു തന്നെ. ഇപ്പം നമ്മൾ ചെയ്ത് ഈ 5 വർക്ക് നമ്മൾ ചെയ്ത് അമ്മച്ചി മേടിക്കുന്ന ഒരു ലാപ്ടോപ്പ് ത്രൂ ആണ് നമ്മൾ ചെയ്തേക്കണം. ഇപ്പൊ കോഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസ്, അതുപോലെ ഇനി കോഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ് എല്ലാവരും സർട്ടിഫിക്കറ്റ്, പ്ലേസ്മെന്റ്, ഏതെങ്കിലും ഒരു കമ്പനിയിൽ പ്ലേസ്ഡ് ആവണം, അങ്ങനെ ചിന്തിക്കുന്നവരാണ്. എല്ലാവർക്കും എൻ്റെ സ്കില്ല് നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് വേണം ഒരു പ്ലേസ്ഡ് ആവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും എന്താ ജസ്റ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരു ഇതിലാണ് എല്ലാവരും പോകുന്നത്. ഇപ്പോൾ 100% പ്ലേസ്മെന്റ് എന്ന് കാണുമ്പോൾ എല്ലാ സ്റ്റുഡൻസും അവിടെ വന്ന് ജോയിൻ ചെയ്യും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതിനേക്കാൾ ഉപരി എന്താണ്, ഒരു സ്കില്ലാണ് എല്ലാവർക്കും ഡെവലപ്പ് ചെയ്യുന്നത്. മാത്സ് അതാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരോട് ഈ സർട്ടിഫിക്കറ്റിന്റെ പുറകേക്ക് ഓടാണ്ട് എങ്ങനെയായിരിക്കണം നമ്മുടെ വിഷൻ എന്നാണ് മാക്സിമോന് പറയാനുള്ളത്? ഇപ്പം നമുക്കിപ്പോൾ നല്ലൊരു ജോബ് വേണം, നല്ലൊരു ബിസിനസ് നമുക്ക് ഇതാക്കണമെങ്കിൽ നമുക്ക് സ്കില്ലാണ് മെയിൻ. അപ്പോൾ സ്കില്ലില്ല. അപ്പം വെച്ചാൽ നമ്മളിപ്പോൾ ജസ്റ്റ് ഇതിന് വേണ്ടി മാത്രം വന്ന് പഠിച്ചെങ്കിൽ നമുക്കൊരു ബേസിക് ജോലി കിട്ടി അവിടെ തന്നെ ഇരിക്കും. വേറൊരു ഉയർത്താനും സംഭവിക്കില്ല നമുക്ക്. പക്ഷെ നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു ബിൽഡപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും. നമുക്ക് എന്തെങ്കിലും നല്ലൊരു ജോബ് കിട്ടും. ബിസിനസ് നമുക്ക് നല്ലൊരു ഇതിൽ നമുക്ക് നമ്മുടെ ബിസിനസ് എത്തിക്കാൻ പറ്റും. ഇപ്പോൾ ഒരാൾ നമ്മുടെ ഒരു ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്കൊരു സ്കില്ല് വേണം. അതാണ് സ്കില്ലുണ്ടെങ്കിൽ നമുക്കതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. സ്കില്ലാണ് എൻ്റെ ഇതിൽ ഏറ്റവും മെയിൻ വേണ്ടത്. നമുക്ക് സ്കില്ലാണ് വേണ്ടത്. അത് നിനക്ക് ഇവിടെ നിന്ന് ഒരു കോഴ്സ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടോ? കിട്ടി. എനിക്ക് വെച്ചാൽ നമുക്ക് എന്താ പറയുക സ്കില്ലും കിട്ടും ഇവിടുന്ന്. പിന്നെ അത് എങ്ങനെ വർക്കൗട്ട് ചെയ്ത് എടുക്കണം അതിലാണ് കാര്യം. എനിക്കൊരു സ്കില്ലുണ്ട്, പക്ഷെ അതെങ്ങനെ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ അറിയില്ലെങ്കിൽ അതിൽ വലിയ കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എനിക്ക് സ്കില്ലും കിട്ടി, അതെങ്ങനെ വർക്കൗട്ട് ചെയ്ത് എടുക്കണം എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഇവിടുന്ന് കിട്ടി. ഈ സ്പൂൺ ഫീഡിങ് അതല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ, സെൽഫ് ലേണിംഗ് കൂടെ അതിലൊരു ഭാഗമല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ? സാധാരണ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ വെച്ചാൽ സ്പൂൺ ഫീഡിങ് ആയിരിക്കും എല്ലാവരും. പ്രാക്ടിക്കൽ കൂടുതൽ കൊടുക്കാണ്ട് തിയറിറ്റിക്കൽ ആയിട്ട് കൊടുക്കും. പ്രൊജക്ട്സ് ഒക്കെ ഭയങ്കര കുറവായിരിക്കും. അപ്പൊ ജസ്റ്റ് അതൊരു സ്പൂൺ ഫീഡിങ് പോലെ ഒരു കോഴ്സ്. പക്ഷെ അങ്ങനെ ആയിരുന്നോ? അല്ലെങ്കിൽ നിനക്ക് ഇവിടെ ഒരു സെൽഫ് ലേൺ ചെയ്യാനായിട്ടൊരു സ്പേസ് നമ്മൾ തന്നിട്ടുണ്ടോ? ഉണ്ട്. വെച്ചാൽ നമുക്കിപ്പോൾ സ്കില്ല്, ഞാൻ പറഞ്ഞ സ്കില്ലിന് ഏറ്റവും മെയിൻ. അതിനുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് നമ്മുടെ സ്റ്റാർട്ടപ്പ് എനിക്കൊരു പേടിയായിരുന്നു, അങ്ങനെ പറ്റുമോ ഇത്. ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റും, നമുക്കും സ്കില്ല് ഡെവലപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ധൈര്യം കിട്ടി നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. ഇപ്പോൾ ഈ കോഴ്സിന്റെ ഒരു ടൈം ഡ്യൂറേഷൻ കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് വർക്ക്ഔട്ട് ചെയ്യുമായിരുന്നോ, അല്ലെങ്കിൽ വീട്ടിൽ ചെന്നിരുന്ന് വർക്ക്ഔട്ട് ചെയ്യുമായിരുന്നോ? സെൽഫ് ലേണിംഗ്, അതായത് ഇപ്പൊ നമ്മൾ പഠിപ്പിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ടാവും. അപ്പൊ അതും കൂടെ നമ്മൾ പഠിക്കണമല്ലോ. നമുക്ക് ഈ ഒരു കോഴ്സിൽ പറയേണ്ട കുറച്ച് കാര്യങ്ങളും അത് കൂടാണ്ട് നമ്മൾ സെൽഫ് ലേൺ ചെയ്യേണ്ട ഒരു കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതെങ്ങനെയായിരുന്നു? ഞാൻ ഇവിടെ എനിക്ക് ഉച്ച വരെ ആയിരുന്നു. എന്നാലും ഞാനൊരു 5 മണി വരെ ഇവിടെ ഇരിക്കും.
അത് കഴിഞ്ഞാൽ വീട്ടിലെത്തുമ്പോൾ ഒരു 7 മണിയാവും. അത് കഴിഞ്ഞിട്ട് ഒരു 8 മണി തൊട്ട് ഒരു 10 മണി വരെ പിന്നെ ഇരിക്കും. അങ്ങനെ ഇരുന്ന് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്കില്ലും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതായിട്ട് കിട്ടുള്ളൂ. ഇപ്പൊ നീ ഒരു 5ഓളം വെബ്സൈറ്റ് ചെയ്യുന്നുണ്ടെന്നല്ലേ പറഞ്ഞു. അപ്പൊ ഈ ക്ലയൻസിനൊക്കെ എങ്ങനെയാണ് നീ അട്രാക്ട് ചെയ്യുന്നത്? അപ്പൊ എന്തോ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യണമല്ലോ ഫസ്റ്റ് തന്നെ, ക്ലയൻസും ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരാളും തമ്മിൽ. അതെങ്ങനെയാണ് മാക്സ് ബിൽഡ് ചെയ്യുന്നത്? ഫസ്റ്റ് ഞാൻ വെറുതെ പോയി ചേട്ടാ ഇങ്ങനെയാണ് സംഭവങ്ങൾ ബിസിനസ് ജസ്റ്റ് പറയും. അപ്പോൾ അത് അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലായി. പിന്നെ വെച്ചാൽ ഞാൻ അവിടെ പോലും ഫസ്റ്റ് നമ്മൾ അവരായിട്ടൊരു ബന്ധം ഉണ്ടാക്കി എടുക്കണം. പിന്നീട് ഞാൻ എൻ്റെ ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം ഷുവർ അവരെന്തായാലും നമ്മുടെ ബിസിനസ് അവർ അക്സെപ്റ്റ് ചെയ്യും. അപ്പം അത് ആണ് ഇപ്പം എൻ്റെ ഒരു ഇത് പറഞ്ഞത്. ഇപ്പം എവിടെ പോയാലും ആ വ്യക്തിയായിട്ട് നമ്മൾ കുറച്ചായി ഇരുന്ന് വർത്തമാനം പറഞ്ഞ് ഒരു കമ്പനി ആയി കഴിഞ്ഞിട്ട് നമ്മുടെ ബിസിനസ് നമ്മൾ അവർക്ക് ഇത് കൊടുക്കാൻ അവരെന്തായാലും അത് അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഇപ്പം നമുക്ക് കിട്ടിയ 5 വർക്ക് നമുക്ക് അങ്ങനെയാണ് കിട്ടിയത്. ഇനി അവർക്ക് അടുത്തൊരു വർക്ക് വന്നാലും അവർ ഫസ്റ്റ് ഇത് കിട്ടുന്നത് എപ്പോഴും നമ്മളെ കീഴിൽ വരും. മാക്സിമോന്റെ ഈ ഒരു ഡിസിഷൻ ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു കരിയർ ചൂസ് ചെയ്യാം എന്നുള്ള ഒരു ഡിസിഷൻ, അതിൽ മാക്സിമം എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്? ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞത് നമ്മൾ പൈസയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ബിസിനസ് പൈസയാണ്, എന്നാലും പൈസയാണ് നമ്മുടെ ഒരു ഒറ്റ ലക്ഷ്യം എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ ഇതിലൊരു ഇതാവില്ല. ഇപ്പം എൻ്റെ ഫസ്റ്റ് ഇയർ എനിക്കിങ്ങനെ എനിക്ക് ആകെ കിട്ടുന്നത് 250 ഒരു മന്തിൽ എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ പൈസ ആണെക്കാളും ഉപരി എൻ്റെ ഒരു പാഷനെ നമ്മൾ ഒപ്പം പോവാന്നാണ്. അപ്പം അന്ന് ഞാൻ അങ്ങനെ ആ ഒരു ഇതിൽ ആ ഒരു ഫ്ലോയിൽ ഞാൻ പോയി. ഇപ്പോൾ വെച്ചാൽ നമുക്ക് എന്തായാലും മന്തിൽ ഫിക്സഡ് ഇൻകം ഉണ്ട്. എനിക്ക് ഞാൻ ഇപ്പോൾ പറയാനുള്ള ഫിക്സഡ് ഇൻകം എന്തായാലും മന്തിലുണ്ട്. അപ്പം അതിലേക്ക് എന്നെ എത്തിച്ചത് അന്ന് ഞാൻ എടുത്തൊരു ഇതാണ്. അന്ന് ഞാൻ എൻ്റെ ലക്ഷ്യം പൈസ മാത്രമാണെങ്കിൽ ഞാൻ ഇത് നിർത്തി വേറെ വല്ല ജോബിന് ഞാൻ കഴിയണേ. അന്ന് ഞാൻ പൈസ എല്ലാം ലക്ഷ്യം നമുക്കൊരു പാഷൻ. ഇപ്പം എക്സാം പറഞ്ഞാൽ ഒരാൾക്ക് ഞാൻ വെറുതെ ഉണ്ടാക്കി ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുത്താലും ഐ എം ഹാപ്പി. കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവന് ഒരു ഓൺലൈൻ സ്റ്റോർ ഉണ്ട്. അവന് ഞാൻ വെറുതെ 5 പൈസ പോലും മേടിക്കാതെ അവന് ഉണ്ടാക്കി കൊടുത്തേക്കണേ. അപ്പം അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടാക്കി കൊടുത്താലും ഐ ഹാപ്പി. എനിക്ക് എൻ്റെ ഒരു പാഷൻ, ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ നമുക്ക് ഇപ്പം നമ്മൾ വേണമെങ്കിൽ ഒരു ദിവസം വേണമെങ്കിൽ മൊത്തം ഇരിക്കാൻ പറഞ്ഞാൽ നമ്മളിരിക്കും. വല്ല നമുക്ക് പാഷനാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇതിൽ നല്ല രീതിയിലെത്തും. അതുകൊണ്ട് പൈസയാണ് നിങ്ങളുടെ ലക്ഷ്യമാണ്. പൈസയ്ക്ക് വേണ്ടി മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊരു ബിൽഡപ്പ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ഇത്രയുള്ളൊരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ എൻ്റെ ഒരു ഇത് അങ്ങനെയാണ്. ഇപ്പോൾ ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് ഈ മാക്സിമോന്റെ കരിയർ എവിടെ ഇരിക്കണം, എങ്ങനെ അറിയപ്പെടണം എന്നാണ് മാക്സിമോൻ ആഗ്രഹിക്കുന്നത്? എപ്പോഴും എൻ്റെ ഒരു ആഗ്രഹം ഇപ്പോൾ നമ്മുടെ ബെൻവെബ് ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്നെക്കാളും ആൾക്കാർ നമ്മുടെ ആ ഒരു സ്റ്റാർട്ടപ്പിനെ അറിയണം. ഇപ്പോൾ ആമസോണ് എല്ലാവർക്കും അറിയാം, അതിൻ്റെ ഓണർ വെച്ചാൽ എനിക്ക് അറിയില്ല ആരാണ്. ആ ആമസോണിൻ്റെ പേര് എല്ലാവർക്കും എത്തി. അങ്ങനെ നമ്മുടെ സ്റ്റാർട്ടപ്പും എല്ലാവർക്കും എത്തിക്കണം, ബ്രാൻഡാക്കണം, എല്ലാവർക്കും എത്തിക്കണം എന്നാണ് എൻ്റെ ഒരു ലക്ഷ്യം. മാക്സിൻ്റെ ഒരു കരിയർ സക്സസ് സ്റ്റോറിയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. ഇപ്പോൾ ഈ ഒരു ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അതിന് മുന്നേ തന്നെ ഒരു വിഷനായിട്ട് വേണം നമ്മൾ ആ കോഴ്സിന് ചേരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു വിഷൻ ബിൽഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴും അത് കഴിഞ്ഞിട്ടുള്ളൊരു കരിയർ ഫ്യൂച്ചർ എല്ലാം നിങ്ങൾക്ക് സക്സസ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വെറുതെ ഒരു സർട്ടിഫിക്കറ്റ്, പ്ലേസ്മെൻറ്റ് അങ്ങനെ ചിന്തിക്കാണ്ട് നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിന്തിക്കുക. മാക്സിമോൻ്റെ ഒരു 2 ഇയേഴ്സിനുള്ളിലുള്ള ഒരു കരിയർ സക്സസ് സ്റ്റോറിയാണ് നിങ്ങൾ കണ്ടത്. അതായത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ എങ്ങനെ സക്സസ്സിലേക്ക് വന്നു, ഒരു സ്കിൽ അവൻ്റെ ഡെവലപ്പ് ചെയ്തിട്ട് എങ്ങനെ ആ ഒരു കരിയർ അവൻ ബിൽഡ് ചെയ്തെന്നാണ് കണ്ടത്. അതുപോലെ നിങ്ങളും ഒരു ഇന്റേൺഷിപ്പ് കോഴ്സ് ചെയ്യുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ പുറകെ ഓടാണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഒരു കോഴ്സ് ചേരുന്നതിന് മുന്നേ തന്നെ നമ്മൾക്കൊരു വിഷൻ ഉണ്ടാവണം. ഇപ്പോൾ പ്ലേസ്ഡ് ആവണം എന്നാണെങ്കിൽ അതുണ്ടാവണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്നാണെങ്കിൽ ആ ഒരു വിഷനോട് കൂടി ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ട ഒരു കോഴ്സിന് ചേരുന്നത്. സെൽഫ് ലേൺ കൂടുതലായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്കൊരു സ്കില്ല് നമ്മളുടെ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ മാക്സിമോൻ്റെ പോലെ ഒരു കരിയർ സ്റ്റോറി നിങ്ങൾക്കും ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. പുതിയൊരു സക്സസ് സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം. Max, all the best for your future dream. TECHWINGSYS.